പൊന്നുമോനെ, നിന്റെ വിവാഹ ദിവസം നിനക്ക് ഓർമ്മയുണ്ടോ? നിന്റെ വിവാഹ ദിവസം നിനക്ക് ഓർമ്മയുണ്ടോ? അല്ലാഹുവേ, പള്ളിക്കകത്തിരുന്നിട്ട് പള്ളിയിലെ ഖതീബോ കാളിയാരോ നിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു തന്ന ഒരു വാചകം നിനക്ക് ഓർമ്മയുണ്ടോ? വിവാഹം കഴിച്ചിട്ടുള്ള ഓരോ ആണും നിന്റെ വിവാഹ ദിവസം ഒന്ന് ആലോചിക്കുക ചെറുപ്പക്കാരാ. പൊന്നുമോനെ, നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ വാപ്പയുണ്ടല്ലോ, നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ഉപ്പയുണ്ടല്ലോ, നിന്റെ കയ്യിൽ പിടിച്ചിട്ട് നിറകണ്ണുകളോടെ നിന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു തന്ന ഒരു വാക്കുണ്ടല്ലോ, ഉസവ്വിജുക അലാ മാ അമറല്ലാഹു തആലാ ബിഹി മിൻ ഇംസാകിൻ ബിമഅറൂഫിൻ ഔ തസ്രീഹിൻ ബിഇഹ്സാൻ. ഈ പറയുന്നതിന്റെ അർത്ഥം നിനക്കറിയുമായിരുന്നെങ്കിൽ ഒരിക്കലും നിന്റെ ഭാര്യ നീ തല്ലൂല, നിന്റെ ഭാര്യയുടെ മനസ്സ് വേദനിപ്പിക്കൂല, അവളെ വീടിനകത്തിട്ട് ചവിട്ടി തേക്കൂല. പൊന്നുമോരെ, ഹൃദയം പൊട്ടിയിട്ട് വാപ്പ നിന്റെ മുഖത്ത് നോക്കി നിന്റെ കയ്യിൽ പിടിച്ചിട്ട് നിന്റെ ഭാര്യയുടെ വാപ്പ പറഞ്ഞു തന്ന വാക്കേതെന്നറിയുവോ? ഉസവ്വിജുക അലാ മാ അമറല്ലാഹു തആലാ ബിഹി മിൻ ഇംസാകിൻ ബിമഅറൂഫിൻ ഔ തസ്രീഹിൻ ബിഇഹ്സാൻ. ചെറുപ്പക്കാരാ, 18 കൊല്ലം 19 കൊല്ലം പൊന്നുപോലെ വളർത്തിയ എന്റെ പൊന്നുമോളാ, പൊന്നുപോലെ ഞാൻ പോറ്റി വളർത്തിയ എന്റെ പൊന്നുമോള്, എടാ നീ തരുന്ന 1 പവനോ 2 പവനോ സ്വർണത്തിന് പകരമായി ഞാൻ നിന്റെ കയ്യിൽ വെച്ച് തരികയാ. പൊന്നുമോനെ, എന്റെ പൊന്നുമോൾക്ക് എന്തെങ്കിലും തെറ്റ് വന്നുപോയാ, എന്റെ പൊന്നുമോൾ എന്തെങ്കിലും കുറ്റത്തരം കാണിച്ചാ, എടാ നീ ക്ഷമിക്കണേ ചെറുപ്പക്കാരാ, പൊന്നുമോനെ നീ ക്ഷമിക്കണേ, എന്റെ പൊന്നുമോൾക്ക് തെറ്റ് തിരുത്തി കൊടുക്കണേ. അല്ലാഹുവേ, നിന്റെ ഭാര്യയുടെ വാപ്പ നിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു തന്നതാ, എന്റെ പൊന്നുമോൾ എന്തെങ്കിലും തെറ്റ് ചെയ്താ നീ ക്ഷമിക്കണം, നീ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം, അല്ലാതെ അവളെ നീ വീടിനകത്തിട്ട് തല്ലല്ലേ. എടാ, നിന്റെ ഭാര്യയേക്കാൾ മറ്റൊരു തൊലിവെളുപ്പുള്ളവളെ കിട്ടുമ്പോ നീ എന്റെ പൊന്നുമോളെ മറക്കല്ലേ, വീടിനകത്തിട്ട് ചവിട്ടിത്തേക്കല്ലേ. സുഖിച്ചവക്ക് പ്രായമായെന്ന് തോന്നുമ്പോ, നിനക്കും മതിയാകുന്നു തോന്നുമ്പോ വീടിനകത്ത് അടുക്കളക്കകത്തിട്ട് ചവിട്ടിത്തേക്കല്ലേ. പൊന്നുമോരെ, നിനക്ക് വേണ്ടെന്ന് തോന്നുമ്പോ ഇതുപോലെ എന്റെ മോളെ എന്റെ കയ്യിലേക്ക് തിരിച്ചു തരണേ എന്ന് നിറകണ്ണുകളോടെ നിന്റെ കയ്യിൽ പിടിച്ചിട്ട് നിന്റെ ഭാര്യയുടെ വാപ്പ പറഞ്ഞ ദിവസം ഓർക്കുന്നത് നല്ലതാ ചെറുപ്പക്കാരാ. അതുകൊണ്ട് പൊന്നുമോരെ, ഭാര്യയെ തല്ലല്ലേ. പൊന്നുമോനെ ക്ഷമിക്കാൻ കഴിയണമടാ. നിന്റെ ഭാര്യക്ക് ന്യൂനതകൾ വന്നാ, അവൾ അനുസരണക്കേട് കാണിച്ചാ നീ അവളെ ഉപദേശിക്കണം. തല്ലുന്നതിന് മുമ്പ് വേറെ പല കാര്യങ്ങളും ചെയ്യാൻ ഇസ്ലാം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരോട് ഓർമ്മപ്പെടുത്തുകയാണ്, അല്ലാഹുവിന്റെ സ്വർഗത്തില് നിന്റെ ഭാര്യയുടെ കയ്യിൽ പിടിച്ച്, നിന്റെ മക്കളുടെ കയ്യിൽ പിടിച്ച് മലക്കുകൾ ബഹുമാനിക്കുന്ന വിഭാഗമായി സ്വർഗത്തിൽ ഒരുമിച്ച് കൂടണോ. ഒന്നാമതായി വേണ്ട സ്വഭാവം എന്തെന്നറിയുമോ? വമിൻ ആയാതിഹി അൻ ഖലഖ ലകും മിൻ അൻഫുസികും അസ്വാജാ ലിതസ്കുനൂ ഇലൈഹാ. പരസ്പരം സ്നേഹിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാര് സ്വർഗത്തിലും ഇതുപോലെയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഭാര്യയെ തല്ലുന്ന ചെറുപ്പക്കാര് മുഖത്തടിക്ക. വിവാഹം കഴിഞ്ഞ് 10 ദിവസമായില്ല, തല്ല് നാണമില്ലട ചെറുപ്പക്കാരൻ. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭാര്യയെ തല്ലിയിട്ട് പോയി രാത്രി പോയി കിടന്ന് സുഖിക്ക. എന്താ ഇല്ലേ എന്റെ ചെറുപ്പക്കാരാ, നിന്റെ വിവാഹ ദിവസം നിന്റെ ഭാര്യയുടെ വാപ്പ നിന്റെ കയ്യിൽ പിടിച്ചിട്ട് ഖതീബ് ഉസ്താദ് പറഞ്ഞെന്ന വാക്ക് നീ ഒന്ന് ഓർത്തു നോക്ക്. ഉസ്താദന്മാരോടൊക്കെ അതിന്റെ പരിഭാഷമായി പറഞ്ഞു ചോദിച്ചു പഠിക്ക്. എന്തേ വാപ്പ പറയണതടാ, എന്റെ പൊന്നുമോളെ ഞാൻ നിന്റെ കൈ വെച്ച് തരികയാ. ഇവിടെ മലക്കൊന്നുമല്ല, മനുഷ്യത്തിൽ തന്നെ തെറ്റുകളൊക്കെ ഉണ്ടാകും. നീ തിരുത്തിക്കൊടു, നീ ക്ഷമിക്ക്, തല്ലല്ലേ, തല്ലിക്കൊല്ലല്ലേ. നിനക്കിവിടെ വേണ്ടെന്ന് തോന്നിയാ തിരിച്ചെന്റെ കയ്യിൽ തന്നെ ഞാൻ നോക്കിക്കോളാം. 18 കൊല്ലം ഞാൻ വളർത്തിയല്ലോ. നിനക്കിവിടെ വേണ്ടെന്ന് തോന്നിയാ എന്റെ കയ്യിൽ ഇതുപോലെ തിരിച്ചു തരണേ എന്ന വാപ്പ നിന്റെ മുഖത്തൊക്കെ പറയണേ. ആ പെണ്ണിനെ കൊണ്ടുപോയി തല്ലുന്ന മക്കൾ അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള ചില ചെറുപ്പക്കാര് പറയും, എന്റെ ഭാര്യയെ വരച്ച വരയിൽ നിർത്തണം. ചില ചെറുപ്പക്കാർക്ക് വാസിയ, എന്റെ ഭാര്യയെ വരച്ച വരെ നിർത്തണം. മോനെ, ഖിയാമത്ത് നാൾ വരെ നീ ശ്രമിച്ചാലും അതിന് നിന്നെ കൊണ്ട് കഴിയില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി നബിയുനാ റസൂലുള്ളാഹി
സ്വന്തം ഭാര്യയെ വരച്ച വരെ നിർത്തണമെന്ന് നീ ഖിയാമത്ത് നാൾ വരെ തലകുത്തി മറിഞ്ഞാലും നിന്നെ കൊണ്ടത് കഴിയില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി. കാരണം എന്തേ? വളഞ്ഞ എല്ലിൽ നിന്നാ അള്ളാഹ് അവളെ സൃഷ്ടിച്ചത്. വളഞ്ഞ എല്ലിൽ നിന്നാ പടച്ചവൻ പെണ്ണിനെ സൃഷ്ടിച്ചത്. നീ നൂക്കാനും പോകരുത്, വളയ്ക്കാനും പോകരുത്. ഒരു മധ്യമായ രീതിയിലൂടെ വേണം നിന്റെ ജീവിതം കൊണ്ടുപോകേണ്ടതെന്ന് നബിയുനാ റസൂലുള്ളാഹി. കുടുംബ ജീവിതം എന്ന് പറഞ്ഞ അങ്ങനെ പെണ്ണുങ്ങളെ മനസ്സിലാക്കാൻ കഴിയണം. 10-20 കൊല്ലം കൂടെ കടന്ന പെണ്ണിന്റെ മനസ്സറിയാൻ അറിയാത്ത എത്രയ്ക്ക് ചെറുപ്പക്കാർ. അതുകൊണ്ടല്ലേ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഭാര്യമാരെ